ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ പേരിൽ ക്രെഡിറ്റുകൾ തട്ടിയെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിമിഷപ്രിയമായി മോചിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വധശിക്ഷ മരവിപ്പിച്ച കാര്യത്തിൽ ഇടപെട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ ഒപ്പിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്തും ആയിക്കോട്ടെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് നിമിഷപ്രിയ എങ്ങനെയാണ് അവിടെ ശിക്ഷിക്കപ്പെട്ടത് എന്നൊന്നുകൂടെ ചുരുക്കി പറയാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം യമനിൽ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അതിനുശേഷം ടോമി എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു, അവിടെ ചെല്ലുന്നു. അതിനുശേഷം അവരുടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അവർക്കൊരു ആശയം തോന്നി, ഒരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം. അവിടുത്തെ ഒരു നിയമപ്രകാരം അവിടുത്തെ ഒരു യമൻ പൗരൻ്റെ സഹായമില്ലാതെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ടും ബാക്കി ലൈസൻസും കാര്യങ്ങൾക്കെല്ലാം അത് വേണ്ടിയിട്ട് ഒരാളെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം വ്യാജമായ പ്രൂഫുകളും കാര്യങ്ങളും ഉണ്ടാക്കി ഈ നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്ന് വരുത്തി തീർക്കുകയും അവിടുത്തെ പണവും കാര്യങ്ങളൊക്കെ പുള്ളി കൈകാര്യം ചെയ്യുകയും ഇവർ കടബാധ്യതയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു എന്നതാണ് നിമിഷപ്രിയ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അപ്പം അവിടെ ക്രൂരമായ അദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കാവുന്ന സമയത്ത് ആ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അവിടുത്തെ യമൻ പൗരയുടെ സഹായത്തോടു കൂടി ആശയത്തോടു കൂടി ഉറങ്ങിക്കിടക്കാൻ മരുന്ന് കുത്തിവെച്ചപ്പോൾ ഡോസ് കൂടിപ്പോയി അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിനെ വെട്ടിഞ്ഞുറുക്കി ചാക്കിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നൊക്കെ രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഈ നിമിഷപ്രിയനെ ഏകദേശം അവിടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബോർഡറിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും. അപ്പം അതിനുശേഷം കോടതിയിലൊന്നും നിമിഷപ്രിയ പറഞ്ഞ വാദങ്ങൾക്കൊന്നും തെളിവില്ലാത്തത് കൊണ്ട് ബാക്കി ആ നിയമപ്രകാരം വധശിക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം 2021 മുതൽ ആക്ഷൻ കൗൺസിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിവാദം വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ കൗൺസിൽ 5 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം കാന്തപുരം 72 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി അവിടെ ഒരു സൂഫി പണ്ഡിതരുമായി ചർച്ച നടത്തി എത്തി എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് മരിച്ച യമൻ പൗരൻ്റെ സഹോദരൻ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ പോയി ശിക്ഷ കൊടുക്കാൻ പാടില്ല, പണം മേടിച്ചുകൊണ്ട് ഇതിന് കൂട്ടി നിൽക്കരുത് എന്നൊക്കെ പറയുന്ന രീതി മലയാളികൾ മെസ്സേജ് ഇടുന്ന ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇതിനിടെ രാഷ്ട്രീയപരമായ രീതിയിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മകൻ ചാണ്ടി ഉമ്മൻ വന്നിരുന്നു. അതുപോലെ ഗവർണറാണ് ഇതിനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നു. കേരളമാണ് ഇതെല്ലാം മുമ്പോട്ട് പോയെന്ന് വെച്ചാൽ അവരുടെ ചാനലുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൽ ശരിക്കും എങ്ങനെയാണ് കുറേ കാലം മുമ്പ് കാന്തപുരത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെന്നെ ഇപ്പം കാന്തപുരത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പം എന്തായാലും ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്തോളം കാന്തപുരം ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പം ആക്ഷൻ കൗൺസിൽ പറയുന്നത് ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് വേണ്ടത് നിമിഷപ്രിയയുടെ മോചനമാണ്. അപ്പം അതിനിടയ്ക്ക് ചിലർ പറയുന്നുണ്ട് നിമിഷപ്രിയനെ ഇവിടെ കേരളത്തിൽ രേഷ്മയുമായിട്ടും മറ്റ് കൊലപാതകങ്ങളൊക്കെ ചെയ്ത സ്ത്രീകളുമായി ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാർത്തകളും കണ്ടു. അപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ പൗരെ ആണ് അല്ലെങ്കിൽ ഇതുപോലെ അപകടത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ മറ്റു രാജ്യത്തിനാണെങ്കിൽ അവർ എത്രത്തോളം കാര്യങ്ങൾക്ക് അവർ ഇടപെടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം വിവാദങ്ങൾക്കും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താം. ആദ്യം അദ്ദേഹത്തിനെ ഈ വ്യക്തിനെ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവായി സഹകരിക്കുക. അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകാണ്ട് ഒറ്റക്കെട്ടായിട്ട്